Hi, it's me, Api. Welcome to my YouTube channel. So, ഇത് എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 41ാമത്തെ ദിവസത്തിലിരിക്കുകയാണ്. ഡിപ്രസ്ഡ് ലൈക്ക് ഹെൽ, സ്ട്രെസ്ഡ് ആണ്, എക്സോസ്റ്റഡ് ആണ്, നല്ല എക്സോസ്റ്റഡ് ആണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറാൻ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. സോ യൂട്യൂബ് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ച് അപ്പം എന്തായാലും യൂട്യൂബ് വീഡിയോസ് ഇടുകയാണ്. സോ കുറച്ച് പേർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഉപകാരപ്പെടുന്ന എന്തെങ്കിലും വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. സോ അത്തരത്തിലൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള കണ്ടൻറ്റ് ട്യൂബ് ടെസ്റ്റാണ്. ട്യൂബ് ടെസ്റ്റ് എനിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ തിരഞ്ഞു നോക്കി, പക്ഷെ പ്രോപ്പറായിട്ട് എനിക്കൊരു വീഡിയോ കിട്ടിയില്ല. അപ്പം കിട്ടിയിട്ടുള്ള വീഡിയോയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിയിലെ കമൻസുകളൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ലതായിട്ട് പേടി വരുമായിരുന്നു. ഞാൻ നല്ല പേടിച്ചുകൊണ്ടാണ് ട്യൂബ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുള്ളത്. എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, ഡോക്ടറെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി. പക്ഷേ എന്നെ ഡോക്ടറെ കാണാൻ പോലും വിട്ടില്ല. അവർ നേരെ ലേബർ റൂമിലേക്കായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ട്യൂബ് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുണ്ട്. എനിക്ക് ചെയ്ത ട്യൂബ് ടെസ്റ്റ് ഫെലോപ്പിയൻ ട്യൂബ്, അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ട്യൂബ് ടെസ്റ്റ് ചെയ്തത്. എനിക്ക് ട്യൂബ് ടെസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം എനിക്ക് ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു. ഒരു 5 വീക്സ് ഉണ്ടായിരുന്നുള്ളൂ. 5 വീക്സ് ആയപ്പോൾ തന്നെ മിസ്കാരേജ് ആയി. പിന്നീട് അങ്ങോട്ട് ഒരു 3-4 മന്ത്സ് എനിക്ക് സ്പോട്ടിങ് തന്നെയായിരുന്നു. ഒരു മന്ത് ഈ ഒരു സ്പോട്ടിങ് നിൽക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ്, ഡോക്ടർ കണ്ട മെഡിസിൻസ് കഴിച്ചിട്ടായിരുന്നു ഇത് നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 4 മന്ത്സോളം ഇത് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ക്യാരിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറുടെ ഒരു പ്രോപ്പർ ഗൈഡൻസോടെ തന്നെ ക്യാരിങ് ആവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് PCOD ഉണ്ടായിരുന്നു എനിക്ക്. സോ PCODൻ്റെ മെഡിസിൻസ് ഫസ്റ്റ് എടുത്ത് ഇത് ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് ക്യാരിങ് ആവാം അല്ലെങ്കിൽ പ്രഗ്നൻസി നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ സ്റ്റാർട്ടിങ് PCODയുടെ മെഡിസിൻസ് കഴിക്കാൻ തുടങ്ങി. കൂടെ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. AMH എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ 2-3 ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ എല്ലാം ഒരു ഒപ്റ്റിമൽ ലെവലിലാണ്. ഫെർട്ടിലിറ്റീൻ്റെ ഇഷ്യൂ, അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻഫെർട്ടിലിറ്റി അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ വേറെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു ട്യൂബ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അങ്ങനെ ട്യൂബ് ടെസ്റ്റ് ചെയ്യുന്ന ദിവസം ലേബർ റൂമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് പറയാനാണ് ഞാൻ മെയിനായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഞാൻ കണ്ട വീഡിയോസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല പെയിനാണ്, ഇങ്ങനെ സ്പോട്ടിങ്, ബ്ലീഡിങ്, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ലേബർ റൂമിലേക്ക് കയറിയപ്പോഴൊക്കെ എന്നെ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് പുറത്ത് നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരനും ഭയങ്കര ടെൻസ്ഡായി നന്നായിട്ട് പേടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ തന്നെ ട്യൂബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ റൂമിൽ കയറ്റി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷമായിരുന്നു എൻ്റെ ഡോക്ടറെ. എന്താ വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ പേടിയായിക്കൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിൽ മൊത്തം ഈ യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനാണ് ഇങ്ങനെ പാസ്സായിക്കൊണ്ടിരുന്നത്. ഞാൻ ടെൻഷൻ അടിച്ചിട്ട് അയ്യോ ഒന്ന് വന്നതെന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഡോക്ടറല്ല, വേറൊരു ഡോക്ടറാണ് വന്നത്. അവർ വന്നിട്ട് ബെഡിൽ കിടത്തി ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനുണ്ട്. ഞാനിങ്ങനെ ബോഡി ഇങ്ങനെ മസിൽ പിടിക്കുന്നത് പോലെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് അബിത, മസിൽ പിടിക്കാതെ കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിരിക്കും, പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതല്ലെങ്കിലും പെയിനുള്ളൊരു പ്രോസസ്സ് അല്ല എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ കുറച്ച് നേഴ്സുമാരൊക്കെ എന്നെ നന്നായിട്ട് കംഫർട്ടാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിടന്ന് ഇവർ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വെജൈന ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആദ്യം ഇൻസേർട്ട് ചെയ്യും. ജെൻറ്റലായിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് ഓപ്പൺ ആക്കി അവിടെ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഞാനങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഞെട്ടി. അയ്യോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡോക്ടർ പറഞ്ഞു, അയ്യോ ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ, ഇപ്പോഴത്തേക്ക് ഇങ്ങനെ കാട്ടിയാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ ആദ്യം സ്ട്രെസ് ആവണ്ട, റിലാക്സ്, അധികം സ്ട്രെസ് ആവണ്ട. അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടിപ്പോൾ 41 ദിവസമായിട്ടുള്ളൂ. അതുപോലെ ട്വിൻസാണ് എനിക്ക്. അപ്പം അതിൻ്റെ ചെറിയ പൊട്ടൽ ചിറ്റലുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. പക്ഷേ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ ക്ലീനൊക്കെ ചെയ്ത ശേഷം ഡോക്ടർ ഒരു കത്തൈറ്റർ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക്
ഒരു പെയിൻ വരും. പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീരിയഡ് ക്രാംസിൻ്റെ പോലെയുള്ള സിമിലർ ആയിട്ടുള്ളൊരു പെയിൻ നമുക്ക് വരും. അത് വരുമ്പം എനിക്ക് പേടിയാവാൻ തുടങ്ങി. ഇതിലും വലിയ പെയിൻ വരുമോ എന്നൊക്കെ ഓർത്തിട്ട് പേടിയാവാൻ തുടങ്ങി. ഞാൻ ടെൻസ്ഡ് ആവാൻ തുടങ്ങി. ഞാൻ അയ്യോ ഹാവ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പം നമ്മുടെ ചുറ്റും സിസ്റ്റേഴ്സ് നഴ്സുമാരുണ്ട്. അപ്പം അതിലൊരു സിസ്റ്ററുണ്ട്, ഒരു വെളുത്ത കണ്ണാടിയൊക്കെ വെച്ച് ഒരു നല്ലൊരു സുന്ദരി സിസ്റ്ററുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ പിന്നീട് അവിടെ തന്നെയായിരുന്നു കൺസൾട്ട് ചെയ്തത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ആ ഒരു സിസ്റ്റർ വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, എൻ്റെ അമ്മയൊക്കെ വന്നിങ്ങനെ കയ്യിൽ പിടിച്ചൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. അവർ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മോളെ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഒരാശ്വാസം. ചെറിയൊരു പെയിൻ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം കൂടെ ഉണ്ടായിരുന്നു. ഇത് കഴിയുന്നവരെ ആ സിസ്റ്ററിൻ്റെ കൈ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. ഞാനും അവരെ മുറുക്കെ പിടിച്ചുകൊണ്ടിരുന്ന് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു. പിന്നെ ഈ ഒരു കാത്തറ്ററിലൂടെയാണ് ഒരു ലിക്വിഡ്, എന്തോ സ്റ്റെയിൻ ലിക്വിഡ് എന്തോ അവർ ഇഞ്ചെക്റ്റ് ചെയ്യും. ആ ഒരു ഇഞ്ചെക്റ്റ് ചെയ്ത് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്കാണെന്ന് തോന്നുന്നു. അവിടെയാണല്ലോ ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ഈ ഒരു പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചും കൂടെ കൂടി നമ്മുടെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പീരിയഡ് ക്രാംസ് ഉണ്ടല്ലോ, ആ ഒരു പെയിൻ തന്നെ, പീരിയഡ് ക്രാംസ് തന്നെ, അതിൻ്റെ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പെയിൻ ഇങ്ങനെ കൂടും. അപ്പോൾ എനിക്ക് മനസ്സിലായ ആ ഒരു മെഡിസിൻ ആ ഒരു ഫെലോപ്പിയൻ ട്യൂബിലൂടെ അങ്ങ് പോവുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് കയറുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു സമയത്ത് ഞാൻ ഒച്ചയ്ക്ക് സൗണ്ടൊക്കെ ഉണ്ടാക്കി അയ്യോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആ സിസ്റ്റർ പിന്നെയും പറഞ്ഞു മോളെ കഴിഞ്ഞു എന്ന്. അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 5 മിനിറ്റ്സ് ഇല്ല, എന്തായാലും 2-3 മിനിറ്റ്സിനുള്ളിൽ ഇത് കഴിയും. ആ ഒരു പെയിനും ഇത് ചെയ്ത് തുടങ്ങുന്നത് മുതൽ ആ ഒരു കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഇൻറ്റൻസിറ്റി കൂടി വന്ന് അതവിടെ അവസാനിക്കുകയാണ്. പിന്നീട് ആ പെയിൻ ഇല്ല. ഞാൻ കമൻസുകളിലൊക്കെ കണ്ടിട്ടുള്ളത് 2 ദിവസം പെയിന്, 1 ദിവസം പെയിന്, റെസ്റ്റ് വേണമായിരുന്നു, സ്പോട്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. എനിക്ക് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുള്ള അത്രയ്ക്കും എക്സ്പീരിയൻസ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനാണോ ഞാൻ ഈ 2-3 ദിവസം ടെൻഷൻ അടിച്ചുകൊണ്ട് വീട്ടിലിരുന്നേന്ന് എനിക്ക് തോന്നിപ്പോയി. ആ ഒരു പെയിന് വന്നു പോയി, അത് പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അത് തീർന്നു. പിന്നീട് എനിക്ക് ഇത് കഴിഞ്ഞ് ഇച്ചിരി നേരം എന്നെ അവിടെ കിടത്തിയിട്ടാണ് വിടുന്നത്. ആ കിടത്തി കഴിഞ്ഞ് കുറച്ച് ഞാൻ പയ്യെ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ. അപ്പോൾ എൻ്റെ 2 ഷോൾഡറിലും ഒരു പെയിൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഈ 2 ഷോൾഡറിലും ഒരു ചെറിയ പെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അത് നല്ലതാണ്, അപ്പം ബ്ലോക്കേജസും കാര്യങ്ങളും ഒന്നുമില്ല, കുഴപ്പമില്ല, ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ 2 മന്ത്സ് ഈ ഒരു ഇത് കഴിഞ്ഞ് 2ാമത്തെ മാസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ട്യൂബ് ടെസ്റ്റ് എന്താണ് 2 വിധം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബ് ടെസ്റ്റ് ചെയ്യാം. ചില കേസുകളിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ട്യൂബ് ടെസ്റ്റ് ചെയ്യാം. അപ്പം എൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഇനി അഥവാ എന്തെങ്കിലും ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം എന്ന രീതിയിലാണ് എനിക്ക് ട്യൂബ് ടെസ്റ്റ് ചെയ്തത്. ട്യൂബ് ടെസ്റ്റ് ചെയ്തിട്ട് 2ാമത്തെ മന്തിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.